എന്നാലും ഒരു ഇജ്മാ എന്ന് നമുക്ക് പറയാവുന്ന രൂപത്തിലുള്ള ഒരു ഷൂറ അന്നവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഖുർആന്, സുന്നത്ത്, ഒരു മുഷാവറ അല്ലെങ്കിൽ ഇജ്മാ എന്ന് പറയാം. അത് ഖുലഫായികളുടെ കാലത്ത് ഒരു അസ്ലായവർ സ്വീകരിച്ചിട്ടുണ്ട്. നാലാമത് ഇജ്തിഹാദുകൾ. സ്വഹാബിമാരെല്ലാവരും മുജ്തഹിദീങ്ങളാണ്. എല്ലാ സ്വഹാബിമാരും ഇജ്തിഹാദിന്റെ നിലവാരത്തിലേക്ക് എത്തിയവരാണ്. നബിയോടൊപ്പം മുസ്ലിം ആയിക്കൊണ്ട് സഹവസിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയ ഒരു യോഗ്യതയാണ്. മിനിറ്റുകൾ മാത്രം മുസ്ലിം ആയതിനു ശേഷം നബിയുമായി സഹവസിക്കാൻ അവസരം കിട്ടിയാലും അദ്ദേഹം സ്വഹാബിയായി മാറി. അപ്പോൾ സ്വഹാബിയായാൽ തന്നെ അദ്ദേഹം മുജ്തഹിദാണ്. അത് അഹ്ലുസുന്നയുടെ അടിസ്ഥാന വിശ്വാസമാണ്. സ്വഹാബിമാർ എല്ലാവരും നീതിമാന്മാരാണ്, എല്ലാവരും സത്യസന്ധരാണ്, എല്ലാവരും മുജ്തഹിദീങ്ങളാണ്. അവർക്കെല്ലാം ഗവേഷണം ചെയ്യാൻ മാത്രമുള്ള യോഗ്യത അവർക്ക് മുഴുവനും ഉണ്ട്. അപ്പം അങ്ങനെ 10 മിനിറ്റ് നബിയെ കണ്ടാൽ അപ്പോഴേക്കും ഈ യോഗ്യത മുഴുവൻ ഉണ്ടാകുമോ? ഉണ്ടാകും. കാരണം ആ യോഗ്യത ഉള്ളവർക്കേ നബിയെ കാണാൻ പഠിച്ച തൗഫീഖ് നൽകുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ മുസ്ലിമായശം അല്ലെങ്കിൽ ആ തൗഫീഖ് കിട്ടൂല. അവിടെ പല താബിഈങ്ങളെയും കുറിച്ച് കാണാം. അസ്ലമ ഫി അഹ്ദിൻ നബിയ്യി വലം യൽഖ. താബിഈങ്ങളുടെ ചരിത്രം പറയുന്ന ഒരുപാട് കിതാബുകളുണ്ട്. ആ കിതാബുകളിൽ അവർ പറയുമ്പോൾ അവിടെ കാണാം അസ്ലമ ഫി അഹ്ദിൻ നബി, നബിയുടെ കാലത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. വലം യൽഖ, പക്ഷെ നബിയെ കണ്ടുമുട്ടിയിട്ടില്ല. താബിഈയായി പോയി, സ്വഹാബിയല്ല. നബിന്റെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ നബിയെ വന്ന് കാണാൻ അവസരമുണ്ടായില്ല. എന്തുകൊണ്ട്? അത് യാദൃശ്ചികമൊന്നുമല്ല, അത് അല്ലാഹു തആലയുടെ ചില ഇടപെടലുകൾ അതിലൊക്കെയുണ്ട്. ഇബ്നു മസ്ഊദ് പറഞ്ഞ പോലെ ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി അലൈഹിസ്സലാം, നബിയുടെ കൂടെ സഹവസിക്കാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത ഖൗമാകുന്നു അവർ. അല്ല വെറുതെ നബി മക്കത്ത് വന്നപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടായത് അതുകൊണ്ടൊരു സ്വഹാബിയായി പോയി, അങ്ങനെ ഒരു യാദൃശ്ചികമായ സ്വഹാബിയതല്ല. നമുക്ക് ചിലപ്പോൾ തോന്നുമല്ലോ നമ്മളൊക്കെ സ്വഹാബിയായി തെരക്കിട് ചെയ്തു, നമ്മളെ പറ്റാത്തതുകൊണ്ടാണ് അല്ല അത് ഏൽപ്പിക്കാഞ്ഞത്. അല്ല അപ്പം അന്ന് നബി മക്കത്ത് വന്നു, അപ്പം ഇവരൊക്കെ അവിടെ ഉള്ളത് അപ്പോഴും സ്വഹാബിയായി പോയി. അല്ല, ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹ് ലിസുഹ്ബത്തി നബിയിഹി അലൈഹിസ്സലാം, നബിയുടെ സുഹബത്തിന് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്തവരാകുന്നു അവർ എന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞു. അതാണ് പല നാട്ടിൽ നിന്നും മക്കയിൽ വന്ന് മദീനയിൽ വന്ന് നബിയെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്. മക്കയിൽ നബീൻ്റെ കൂടെ 23 കൊല്ലം ജീവിച്ചിട്ട് മുസ്ലിം ആകാൻ തൗഫീഖ് കിട്ടാതെ പോയ മനുഷ്യന്മാരുണ്ട്. നബി വന്ന കാലം മുതൽ നബി വഫാത്താകണവരെ അവർ ഉണ്ടായിട്ട് പോലും മുസ്ലിം ആകാൻ ഭാഗ്യം ലഭിക്കാതെ പോയവർ. അപ്പം മുസ്ലിം ആയിക്കൊണ്ട് നബിയെ കണ്ടുമുട്ടുക എന്നത് ചെറിയ കാര്യമല്ല. സുഹബത്ത് എന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ സുഹബത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരുപാട് യോഗ്യത ഉള്ളവനെ അല്ലാഹു തആല സുഹബത്ത് നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് സ്വഹാബിയാണോ അവരെല്ലാം മുജ്തഹിദീങ്ങളാണ്. അഹ്ലുസുന്നയുടെ അഖീദ പ്രകാരം ഒരൊറ്റ സ്വഹാബിയെ കുറിച്ച് ആക്ഷേപമായി പറയാൻ പോലും പാടില്ല. ഒരു സ്വഹാബിയെ കുറിച്ചും ഒരു മോശം ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. സ്വഹാബിമാർ, എൻ്റെ സ്വഹാബത്ത് അമനത്തുല്ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് അമനത്താണ്, സുരക്ഷയാണ് എന്ന് ഹദീസിൽ കാണാം. അസ്ഹാബിക്കൻ നുജൂം എന്ന റിവായത്ത് സ്വഹിയല്ല. സ്വഹാബിമാർ നക്ഷത്രതുല്യരാണ്, ആരെ പിൻപറ്റിയാലും നിങ്ങൾ നിർമ്മലത്തിൽ പ്രാപിക്കുക. ആശയം ശരിയാണ്, പക്ഷേ നബി പറഞ്ഞു എന്ന് സ്വഹിയായത് സ്ഥിരപ്പെട്ടിട്ടില്ല. ആ ഹദീസ് ദുർബലമായ റിപ്പോർട്ടാണ്. എന്നാൽ ആശയം മറ്റു പലരും വന്നിട്ടുണ്ട്. നബി തങ്ങൾ നിലാവുള്ള രാത്രിയിൽ ആകാശം മുഴുവനും ഒന്നാകെ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രി മേൽപോട്ട് നോക്കി നബി തങ്ങൾ പറഞ്ഞു അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശത്തിനൊരു സുരക്ഷയാണ്. ഫൈദാ ദഹബത്തിൻ നുജൂം, നക്ഷത്രങ്ങളൊക്കെ നശിച്ചാൽ ആകാശത്തിന്റെ നാശമായി, ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വരും. നക്ഷത്രം ഉതിർന്നു വീഴപ്പോഴാണ് എന്ന് പറഞ്ഞ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണ് നശിച്ചു കഴിഞ്ഞാൽ ആകാശം നശിക്കും. അപ്പൊ ആകാശത്തിന് സുരക്ഷയാണ് നക്ഷത്രങ്ങൾ എന്ന പോലെ ഞാൻ എൻ്റെ സ്വഹാബിമാർക്ക് ഒരു സുരക്ഷയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്വഹാബത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഉമ്മത്തി, എൻ്റെ സ്വഹാബിമാർ എൻ്റെ ഉമ്മത്തിന് സുരക്ഷയാണ്. എൻ്റെ സ്വഹാബത്തിൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് ചില പരീക്ഷണങ്ങൾ, ചില പ്രയാസങ്ങൾ ഒക്കെ എൻ്റെ ഉമ്മത്തിന് വരാനുണ്ട്. അപ്പൊ സ്വഹാബിമാർ എന്നത് നമുക്കൊരു സുരക്ഷയാണ്. അല്ലാഹ് പറഞ്ഞു ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലാകും. നിങ്ങൾ വിശ്വസിച്ചതുപോലെ, അല്ല നിങ്ങൾ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് വിശ്വസിച്ച പോലെ തൗറാത്തിനെയും ഇഞ്ചിലിനെയും ആളുകൾ വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലാകും എന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞു. അപ്പൊ അതിനർത്ഥം എന്താണ്?
സ്വഹാബത്തിന്റെ വിശ്വാസം ശരിയാണെന്നാണല്ലോ. നിങ്ങൾ വിശ്വസിച്ച പോലെ ഒരു വിശ്വസിച്ചാൽ ഒരു ഹിദായത്തിലായി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ശരിയാണ്. സ്വഹാബത്തിന്റെ വിശ്വാസം ശരിയാണെന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വസാബിഖുൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അതും സ്വഹാബിമാരിൽ മുൻപന്മാരായ താബിഈങ്ങളെയും അൻസാരികളെയും മുഹാജിറുകളെയും സംബന്ധിച്ച് സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനം. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു. ആരാ വല്ലദീന മഅഹു? മുഹമ്മദ് നബിയും കൂടെയുള്ളവരാരാ? സ്വഹാബിമാർ. സ്വഹാബത്തിനെ പറ്റി ഖുർആനിൽ മാത്രമല്ല തൗറാത്തിലും ഇഞ്ചീലും പരാമർശമുണ്ട്. അത് ഖുർആൻ പറഞ്ഞു, മസലുഹും ഫിത് തൗറാത്ത്, ദാലിക മസലുഹും ഫിത് തൗറാത്ത്, അതാകുന്നു മസലുഹും, അവരുടെ ഉദാഹരണം, ഫിത് തൗറാത്ത്, തൗറാത്തിൽ. ആരുടെ ഉദാഹരണം? സ്വഹാബത്തിന്റെ. അപ്പൊ നബിയെ പറ്റി മാത്രമല്ല തൗറാത്തിൽ, സ്വഹാബിമാരെ കുറിച്ച് തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. വമസലുഹും ഫിൽ ഇൻജീൽ, ഇൻജീലിൽ അവരുടെ ഉദാഹരണം കസർഇൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗ്ലല ഫസ്തവ അലാ സൂഖിഹി യുഅ്ജിബു الزُّرَّاعَ ലിയഗീദ ബിഹിമുൽ കുഫാർ. അതാണ് ഇൻജീലിൽ അവരെ പറ്റിയുള്ള ഉദാഹരണം. അവ സ്വഹാബത്തിനെ പറ്റി തൗറാത്തിലുണ്ട്, ഇൻജീലിലുണ്ട്, ഖുർആനിലുണ്ട്. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അല്ലാഹു അവരെ പറ്റി പറഞ്ഞിരിക്കുന്നു. പിന്നെ ആ സ്വഹാബികളെ ആക്ഷേപിക്കാൻ ഒരുത്തം പോയാൽ ഓന് കുഴപ്പമുണ്ട് മനസ്സിലാക്കാന്നല്ലാതെ ആ സ്വഹാബിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ചരിത്രം വായിച്ച് ഏതെങ്കിലും പ്രസംഗം കേട്ട് ഏതെങ്കിലും സ്വഹാബികളെ പറ്റി മോശമായ വല്ല ചിന്തയും മനസ്സിലുണ്ടെങ്കിൽ അത് അഹ്ലുസുന്നയുടെ നിലപാടല്ല.